ഈ ചൂട് കൂടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ജില്ല പാലക്കാടാണ്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ട് പാലക്കാട്ട്. അവിടെ യെല്ലോ അലർട്ട് തുടരും എന്നുള്ള അറിയിപ്പാണ് വരുന്നത്. ഷാരിഖ് നവാസ് പാലക്കാട്ട് നിന്ന് ചേരുകയാണ്. ഷാരിഖ്, അല്ല ഇപ്പോഴും ഈ ചൂട് കൂടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ വർധനമുണ്ടാകുന്നത് രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. എങ്ങനെയാണ് ജില്ലയിലെ സാഹചര്യം? യെല്ലോ അലർട്ട് തുടരാൻ തന്നെയാണ് നിർദ്ദേശമല്ലേ? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, എന്നും ചൂടുണ്ടെങ്കിൽ അത് പാലക്കാടുണ്ട് എന്നുള്ള പോലെ തന്നെയാണ്. എല്ലാ വർഷവും പാലക്കാടിലെ ചൂടിന് യാതൊരുവിധ കുറവുമില്ല. ഇത്തവണയും അത് വർദ്ധിച്ചത് തന്നെയാണ്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിലായിരുന്നു. 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. അതിനടുത്ത ദിവസങ്ങളിലായി 39 ഡിഗ്രി, ഇന്നലെ 39.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ 2 മണിയോടെ നമ്മൾ ഉച്ച ലൈവിൽ സൂചിപ്പിച്ചിരുന്നത്, അതായത് രാവിലെ 11:30 37 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്നത് ഉച്ച 2 മണി ഏകദേശം 3 മണിയോടുകൂടി 40 ഡിഗ്രിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലാ കലക്ടർ ഈ യെല്ലോ അലർട്ട് തുടരാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു ചില നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഈ പുറത്തിറങ്ങുന്നത് 11 മണി മുതൽ 3 മണി വരെ ആളുകൾ അത്യാവശ്യ യാത്രകൾ അല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ജില്ലാ കളക്ടറേറ്റും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും പറയുന്നത്. അതുപോലെ തന്നെ വെയിൽ നേരിട്ട് ഏൽക്കുന്ന ഒരു തരം ജോലികളിൽ ഏർപ്പെടരുതെന്ന് പറയുന്നു. അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് വെയിൽ നേരിട്ട് ഏൽക്കുന്ന ഒരു തരത്തിലുള്ള തൊഴിലും ഏർപ്പെടരുതെന്ന് പറയുന്നു. മാത്രമല്ല, നിർജ്ജലീകരണം ഒഴിവാക്കാനായി ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം മാത്രവുമല്ല, കുട്ടികൾ, വയോധികരായ ആളുകൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പുറത്തിറങ്ങുകയാണെങ്കിൽ തൊപ്പിയോ അല്ലെങ്കിൽ കുടയോ ചൂടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പാലക്കാട്ടെ ചൂടനുസരിച്ച് ആ തൊപ്പി എന്തായാലും ഷാരിഖ് പറയുന്നവർക്ക് അധികാരികൾ നൽകുന്ന നിർദ്ദേശം അത് പാലിക്കുമ്പോൾ വിനേഷ് കൂടി നമ്മോട് ചെയ്യുന്നു. വിനേഷ് കുമാർ, എന്താണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ആവറേജ് ചൂട്? എന്തൊക്കെയാണ് മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത്? ഉഷ്ണം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തന്നെ വലിയ തോതിൽ തന്നെ ഉഷ്ണം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാം 12 ജില്ലകളിലും കടുത്ത ഉഷ്ണം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. നമുക്കറിയാം ഇടുക്കിയും വയനാടും എല്ലാം തന്നെ കുറച്ച് തണുപ്പുള്ള പ്രദേശമാണ്. ഇത്തരത്തിലുള്ള ഹൈറേഞ്ച് മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ തണുപ്പിന് നേരിയൊരു കുറവുണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളും, പ്രത്യേകിച്ച് പാലക്കാട് തന്നെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത്. പാലക്കാടും എറണാകുളം, തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ തന്നെയാണ് കടുത്ത ഉഷ്ണം ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 36 മുതൽ 38 വരെ ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിൽ വ്യതിയാനമുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും ഇതിൻ്റെ മുൻകരുതലുകൾ രാവിലെ 11-നും വൈകുന്നേരം 3 മണിക്കും ഇടയിൽ പുറത്ത് ഉള്ള ജോലികൾ, പുറം ജോലികൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗവും ഉൾപ്പെടെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കെട്ടിട നിർമ്മാണ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പലയിടങ്ങളിലുമുണ്ട്. പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. എന്തായാലും ഇതിൽ ഒരു മാറ്റമുണ്ടാകണം. കാരണം സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കൃത്യമായി തന്നെ തൊഴിലുടമകളും മറ്റും ഇതിന് കർശനമായ നിർദ്ദേശം തൊഴിലാളികൾക്കും മറ്റും നൽകേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. ഒപ്പം തന്നെ പരമാവധി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഈ പഴവർഗ്ഗങ്ങൾ പരമാവധി കഴിക്കുക, എണ്ണയിൽ പൊരിച്ചതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വേനൽമഴ ഉണ്ടായില്ലെങ്കിൽ, അതായത് ശക്തമായ തോതിൽ തന്നെ വേനൽമഴ ഉണ്ടായില്ലെങ്കിൽ ഉഷ്ണത്തിന്റെ അളവ് ഇനിയും കൂടുതലാവും, കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും ദുരിതത്തിലേക്കും പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, എന്തായാലും വലിയ ജാഗ്രത വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചൂട് കൂടുന്ന സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ അടക്കം ശ്രദ്ധിക്കുകയും വേണം. എന്തായാലും ഏറ്റവും മറ്റൊരു ദുഃഖകരമായ കാര്യം, ഈ വിഷു വിപണി അടക്കം ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയിലുള്ള പ്രതികരണം ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.